ദേഷ്യം കൊണ്ട് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ ശേഷം അമ്മാളു അവൻ്റെ അരികിൽ നിന്നും താഴേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളെ പിടിച്ചു വലിച്ചതും പെണ്ണ് വീഴാൻ തുടങ്ങി. ആ നേരം അവൻ അവളുടെ വയറിന്മേൽ കൂടി കൈ ചുറ്റി വരിഞ്ഞു. അടുത്തിരുന്ന അവൻ്റെ ബാഗ് എടുത്തു. അതിൽ നിന്നും ഒരു ഡയറി മിൽക്ക് എടുത്തു. ഇതാ അവൻ അമ്മാളുവിൻ്റെ നേർക്ക് നീട്ടി. പെട്ടെന്ന് തന്നെ അമ്മാളു വിഷ്ണുവിൻ്റെ ബാഗ് തുറന്നു നോക്കി. എന്താടി, ഇത് എനിക്ക് വാങ്ങിയത് തന്നെയാണോ? നിന്നെ ഇവ ബോധിപ്പിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ കഴിച്ചിട്ട് വയ്ക്കോ. തിരിഞ്ഞു നിന്ന് അമ്മാളു അവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. എന്നിട്ട് ചോക്ലേറ്റിൻ്റെ കവർ പൊട്ടിച്ച ശേഷം ഒരു പീസ് ഒടിച്ചെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്ക് നീട്ടി. ഇതാ, എനിക്കൊക്കെ വേണ്ട, നിനക്ക് വേണേൽ കഴിച്ചിട്ട് പോകാൻ നോക്ക്. വിഷ്ണുവിൻ്റെ ഒന്ന് കഴിച്ചേ, നല്ല ടേസ്റ്റില്ലേ, അലിഞ്ഞി ഇല്ലാതെയാവും, അത്രയ്ക്ക് ഫീലാണ്. മാറിപ്പോയാ നീ, കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കാനായിട്ട് കയറി വരും, നീയും ചെന്ന് ചായ കുടിച്ചിട്ട് കയറി വാ. അവൻ്റെ അരികിൽ നിന്നും പോകാൻ ഭാവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയ ശേഷം അമ്മാളു തിരിഞ്ഞു വന്നിട്ട് ഒടിച്ചു വെച്ചിരുന്ന ചോക്ലേറ്റ് പീസ് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. എന്നിട്ട് വാതിലും കടന്ന് വെളിയിലേക്ക് ഓടിപ്പോയി. ഇവളെയും കൊണ്ട് തോറ്റല്ലോ. പിറുപിറുത്തുകൊണ്ട് അവൻ പിന്നാലെ ഇറങ്ങി വന്നപ്പോഴുണ്ട് കയ്യിലിരുന്ന ചോക്ലേറ്റ് ഒടിച്ച് അമ്മയുടെയും മീരടത്തിയുടെയും വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട്. ആരു, വിഷ്ണു വിളിച്ചപ്പോൾ ആരുവും മിച്ചുവും കൂടി ഓടി വന്നു. മുകളിലേക്ക് വയ്ക്കോ, ഞാൻ ചായ കുടിച്ച ശേഷം വന്നേക്കാം. ഓക്കെ. കുട്ടികൾ പെട്ടെന്ന് തന്നെ സ്റ്റെപ്സ് കയറിപ്പോയി. അമ്മാളു, പെട്ടെന്ന് ചായ കുടിക്കുക, എന്നിട്ട് പഠിക്കാനായിട്ട് വാ. കോളേജ് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മാളുവിനെ നോക്കി വിഷ്ണു പറഞ്ഞു. പെട്ടെന്ന് അവൾ പറച്ചിൽ മതിയാക്കി. എന്നിട്ട് ചായ കുടിച്ചു തീർത്തു. വിഷ്ണുവിൻ്റെ പിന്നാലെ അവൾ കയറിപ്പോയത് ലൈബ്രറി റൂമിലേക്കാണ്. അവളുടെ പ്ലേസ് അതാണ്. ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് മടിയായിട്ടാ, ഞാൻ അവരുടെ ഒപ്പം ഇരുന്നോട്ടെ. പറഞ്ഞതും അമ്മാളു വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി കോക്കറി കാണിച്ചു. ഇന്ന് ഞാൻ പഠിപ്പിച്ച പോർഷൻസ് ഏതെങ്കിലും മനസ്സിലാവാതെയുണ്ടോ? എനിക്കതൊന്നും മനസ്സിലായില്ല. അതെന്താ, നീ ക്ലാസ്സിലില്ലായിരുന്നോ? ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണിത് എന്ന് കരുതി ആ സബ്ജക്റ്റ് എഴുതാതെ നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമോ? എന്നാൽ ആ ടെക്സ്റ്റ് എടുത്ത് വായിച്ചു പിടിക്കുക. സംശയമുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നോളാം. പറഞ്ഞുകൊണ്ട് അവൻ കുട്ടികളുടെ അടുത്തേക്ക് പോയി. അവളാണെങ്കിൽ അനിഷ്ടത്തോടെ വിഷ്ണു പഠിപ്പിച്ചതൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞതും വിഷ്ണു അമ്മാളുവിൻ്റെ അടുത്തേക്ക് വന്നു. നീ വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട്, മനസ്സിലായോ? എന്നാൽ ടെക്സ്റ്റ് ഇങ്ങടെ തന്നേ, ഞാൻ ചോദ്യം ചോദിക്കാം. പറഞ്ഞുകൊണ്ട് അവൻ കൈ നീട്ടിയതും അമ്മാളു ടെക്സ്റ്റ് ബുക്ക് വിഷ്ണുവിന് കൊടുത്തു. വിഷ്ണുവിൻ്റെ എന്തിനാ ഇങ്ങനെ തലങ്ങും വിലങ്ങും വളഞ്ഞ രീതിയിലൊക്കെ ചോദിക്കുന്നത്? പുസ്തകത്തിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത്. താൻ പഠിപ്പിച്ച പാഠഭാഗത്തു നിന്നും ഉള്ള അവൻ്റെ ആദ്യത്തെ ചോദ്യം കേട്ടതും അമ്മാളു തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു. അമ്മാളു, ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. നിനക്ക് കാര്യം പിടികിട്ടി കാണുമല്ലോ അല്ലേ? അത്രയ്ക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. ഓക്കെ, ടേക്ക് എ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ദിസ് ആൻസർ 15 ടൈംസ്. 15 തവണ നീ ആ ഉത്തരം എഴുതി പഠിക്കുക, എന്നിട്ടാവും ബാക്കി. വിഷ്ണു ഏട്ടാ, ഇത്രയും വലിയ 2 പാരഗ്രാഫ് 15 തവണയോ? ഞാൻ വായിച്ചു പഠിച്ചോളാം. പറയുന്നത് കേട്ടാൽ മതി, ഇങ്ങോട്ട് ഒരക്ഷരം പോലും മിണ്ടരുത്. അതെവിടുത്തെ ന്യായമാ? എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അത് ഏത് അരിക്കൊമ്പനാണേലും ശരി. ചുണ്ടു കൂർപ്പിച്ച് പറയുകയാണ് അമ്മാളു. 15 തവണ ഇത് എഴുതിക്കുക വേഗം, ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പോർഷൻ എടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അമ്മാളുവിൻ്റെ അരികിലായി കിടന്ന കസേരയിലിരുന്നു. അമ്മാളുവിൻ്റെ മുഖമൊക്കെ അരിശം വന്നിട്ട് ചുവന്നു. അവൾ കലിപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിനെ. നീ എഴുതുന്നില്ലേ? വിഷ്ണു ശബ്ദമുയർന്നു. പെട്ടെന്ന് തന്നെ പെണ്ണ് നോട്ട്ബുക്ക് എടുത്തു. എന്നിട്ട് എഴുതി തുടങ്ങി. 3 തവണ എഴുതിയപ്പോൾ അവൾക്ക് കൈ കഴിച്ചു തുടങ്ങി. 4-ാമത്തേതും കൂടി ഒരു പ്രകാരം കംപ്ലീറ്റ് ആക്കിയിട്ട് അവൾ വിഷ്ണുവിൻ്റെ നേർക്ക് നോട്ട്ബുക്ക് നീട്ടി. നിന്നോട് എത്ര തവണ എഴുതാനാണ് പറഞ്ഞത്? 15. എന്നിട്ട് ഇത് എത്ര ഉണ്ട്? 4. എനിക്ക് ഇത്ര എഴുതിയപ്പോൾ തന്നെ എല്ലാം മനസ്സിലായി, ബാക്കിയൂടെ എഴുതാം. അതൊന്നും പറ്റില്ല ഏട്ടാ, എനിക്ക് കൈ കഴിച്ചു. പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു എഴുന്നേറ്റ് വന്ന് അവളുടെ കൈമുട്ടിന് മുകളിലായുള്ള ഭാഗത്ത് അമർത്തി നുള്ളി. ഉറക്ക നിലവിളിക്കാൻ പോയവളുടെ വായ അവൻ തൻ്റെ കൈ കൊണ്ട് മൂടി. ഇടി, ശബ്ദം ഉണ്ടാക്കി കേട്ടല്ലോ. നിന്നെ പിന്നെ എന്താണ് ഞാൻ ചെയ്യുന്നത് പോലും എനിക്കറിയില്ല കേട്ടല്ലോ. അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു. വേദനയെടുത്തിട്ട് അമ്മാളുവിന് കണ്ണിൽ നിന്നും കുടുകുടാന്ന് കണ്ണീര് ചാടി. വിഷ്ണുവിനെ പിടിച്ച് ഒറ്റ തള്ളു വെച്ചു കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ഭാവിച്ചു. പെട്ടെന്ന് അവൻ അമ്മാളുവിൻ്റെ പിന്നിലേക്ക് ചെന്ന് അവളുടെ വയറിലൊരു കൈ കൊണ്ട് വട്ടം ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് വാതിലടച്ച് കുറ്റിയിട്ടു. പോയിരുന്നെഴുത്. ഇല്ല. അമ്മാളു പറയുന്നത് കേൾക്ക്. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ ഫ്രഞ്ചൈസ് ചെയ്യും. അത് വേണോ? അതോ ഇപ്പോൾ എഴുതുന്നുണ്ടോ? തൻ്റെ വലം കൈ കൊണ്ട് ചുണ്ടെന്ന് അമർത്തി തുടച്ച് വിഷ്ണു നോക്കിയതും അമ്മാളു പേടിച്ച് വിറച്ചു. എന്നിട്ട് ഒറ്റ ഇരിപ്പിന് എഴുതി തീർത്തു. അപ്പം പേടിയുണ്ട്. വിഷ്ണു പിറുപിറുത്തു. പേടിയായിട്ടില്ല, നിങ്ങളുടെ ആ പരട്ടയമ്മയൊന്നും എനിക്ക് വേണ്ട. അയ്യേ, ഓർത്തിട്ട് ശബ്ദിക്കാൻ വരുക. എന്തുകൊണ്ടാണ് പെട്ടെന്ന് എഴുതിയത്? അവൾ പറഞ്ഞതും അവൻ തരിച്ചിരുന്നു പോയി. ചില നേരത്തെ എന്തൊരു പാവമാണ്.
ഇരിപ്പൊക്കെ കണ്ട ഇത്രയും നല്ലതാണ് ഈ നാട്ടിലെന്ന് തോന്നും. ചിലപ്പോഴോ ഇവിടെ വായിന്ന് വീഴുന്നൊക്കെ കേട്ടാ ഗംഗയിൽ പോയി മുങ്ങിക്കുളിച്ച് തോർത്തേണ്ട അവസ്ഥയാണ്. വിഷ്ണു മനസ്സിലോർത്തുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ കൂടി അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഏകദേശം 1 മണിക്കൂർ മിച്ചമെടുത്താണ് അമ്മാള് പഠിച്ചെഴുന്നേറ്റത്. എന്നാൽ കുട്ടികളൊക്കെ നേരത്തെ ഇറങ്ങിപ്പോയിരുന്നു. കഴിഞ്ഞെങ്കിൽ ഇനി താഴ്പ്പൊക്കോ, എന്നിട്ട് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ നോക്ക്. ഓ, ഉത്തരവ് പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. എടാ വിഷ്ണുദത്ത, ഞാനേ ഇന്ന് 11 മണിയാവാതെ ഇനി ഈ റൂമിലേക്ക് വരില്ല, കണ്ടോ? ഊറിച്ചിരിച്ചുകൊണ്ട് അവൾ സ്റ്റെപ്പ് ഒന്നൊന്നായി ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അമ്മയും ഏട്ടത്തിയും അത്താഴം വിളമ്പി വെച്ചു. ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അച്ഛനും ഏട്ടനും ഒക്കെ എത്തിയിട്ടുണ്ട്. അന്നും പതിവ് പോലെ അമ്മാള് മാറിയിരുന്നാണ് കഴിച്ചത്. നോൺ വെജിൻ്റെ സ്മെല്ല് അവൾക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ എല്ലാവരുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിപ്പുണ്ട്. വിഷ്ണു പതിവ് പോലെ നിശബ്ദനായിരുന്നു. ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം അവൾ അടുക്കളയിൽ ചെന്ന് പ്ലേറ്റ്സ് ഒക്കെ കഴുകി വെക്കാൻ സഹായിച്ചു. മീരയാണെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവളെ മടക്കി അയക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മാളു അവളുടെ ഒപ്പം നിന്നു. പിന്നീട് കുട്ടിപ്പട്ടാളങ്ങളുടെ കൂടെ ഇരുന്ന് കഥ പറച്ചിലായിരുന്നു. മീര കുറച്ച് കായ വറുത്തതും കൊണ്ടുവന്ന് കൊടുത്തു. എല്ലാവരും കൂടി പാട്ടും പാടി കഥയും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. സമയം 10 മണിയായിരുന്നു. അപ്പോൾ മക്കളെ എല്ലാവരും വന്ന് കിടന്നേ, നേരം 10 മണിയായല്ലോ, നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ? സിദ്ധുവേട്ടൻ്റെ ശബ്ദം കേട്ടതും അമ്മാളു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒപ്പം ഇരിപ്പിടത്തിൽ നിന്നും അവൾ ചാടി എഴുന്നേറ്റു. പിന്നാലെ കുട്ടിപ്പട്ടാളവും. അമ്മാളുവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ ശേഷം അവർ 3 പേരും സിദ്ധുവേട്ടൻ്റെ ഒപ്പം പോകുന്നതും നോക്കി അവൾ മുകളിലേക്ക് കയറിപ്പോയി. റൂമിലേക്ക് പോകാൻ അല്പം പോലും മനസ്സ് അവൾക്കില്ലായിരുന്നു. അതുകൊണ്ട് അവൾ വെറുതെ ബാൽക്കണിയിലേക്ക് പോയിരുന്നു. മഞ്ചാടി വാരിയിട്ടതുപോലെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന 1000 താരകങ്ങൾ. അവർക്ക് ഒത്ത നടുവിലായി പാലൊളി തൂകി നിൽക്കുന്ന നിലാവ്. പണ്ടെവിടെയോ കഥാപുസ്തകത്തിലൊക്കെ കണ്ടതുപോലെ താരകങ്ങൾക്കും നീലാവിനുമൊക്കെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ സങ്കല്പിച്ച് നോക്കിക്കൊണ്ട് പെണ്ണ് അതേ നിൽപ്പ് തുടർന്നു. കുറച്ചേറെ നേരം 11 അവൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് പോയതേയില്ല. ദിവാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് റയൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. പിന്നിൽ ആരെങ്കിലും വന്നോ എന്നൊരു സംശയം തോന്നും മുന്നേ അവളുടെ മുടിയിഴകളിൽ ആരോ മുഖം പൂഴ്ത്തും പോലെ തോന്നി. ഒപ്പം കാതിലൊരു സ്പർശം. ഉറക്ക നിലവിളിക്കാൻ തുടങ്ങിയവളെ തിരിച്ച് തനിക്ക് അഭിമുഖമായി വിഷ്ണു നിർത്തി. നിന്നെ അനുസരിപ്പിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല കേട്ടല്ലോ. മുരണ്ടുകൊണ്ട് അവൻ അമ്മാളുവിൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. എന്നിട്ട് അവളെയും കൂട്ടി റൂമിലേക്ക് പോയി. കാതിനിട്ട് നന്നായി ആയിരുന്നു വിഷ്ണു കിഴുക്കി വിട്ടത്. അമ്മാളുവിന് വേദന എടുത്തിട്ട് വയ്യ. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. കുറച്ചു മുന്നേ കൈ പിച്ചി. അവൻ്റെ പിടുത്തം വലിച്ചു കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അമ്മാളു ബെഡിലേക്ക് കയറി തിരിഞ്ഞു കിടന്നു. ഇതിൻ്റെ പകരം ഞാൻ വീട്ടിലിരിക്കും, ഇല്ലെങ്കിൽ കണ്ടോ, അവൾ മനസ്സിൽ പിറുപുറത്തുകൊണ്ട് അങ്ങനെ കിടന്നു. നിന്നോട് നേരത്തെ വന്ന് കിടക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? വിഷ്ണുവിൻ്റെ ശബ്ദം മുഴങ്ങി. എനിക്കിവിടേക്ക് വരുന്ന ഇഷ്ടമല്ല, ആ പിള്ളേരോടെ ഇരിക്കുന്ന ഇഷ്ടം, അവൾ പെട്ടെന്ന് ഉത്തരം കൊടുത്തു. എന്നിട്ട് അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. നിങ്ങൾക്കൊരു വിചാരമുണ്ട് വലിയ ഏതോ കോമ്പനാണെന്ന്, ഒക്കെ വെറുതെയാ. ആയിക്കോട്ടെ. പഠിപ്പിക്കണ കോളേജിൽ സ്വന്തം ഭാര്യയാണെന്ന് 4 തുറന്നു പറയാൻ പറ്റാത്തവനെ നാണമില്ലല്ലോ. അവളത് പറയുമ്പോൾ വിഷ്ണു മുഖം തിരിച്ചു നോക്കി. കെട്ടുനിരന്ന് പറഞ്ഞ് നടന്നിട്ട് ഒരു കിളിന്ത് പെണ്ണിനെ ചുൾവി കിട്ടിയല്ല കളവന്. അവൻ എന്തെങ്കിലും പറയുമെന്ന് കരുതി പെണ്ണ് ഓരോന്ന് വിളിച്ചു കൂവി. എന്നാൽ വിഷ്ണു അവളോട് തിരിച്ചൊരു മറുപടി പോലും പറഞ്ഞില്ല. എൻ്റെ ഒരു വിധി, അല്ലാണ്ട് എന്തോ പറയാനാ. ആരെങ്കിലും അറിയുന്നുണ്ടോ ആവോ പുന്നാരമോൻ്റെ വിശേഷം? കണ്ടോ, വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് ഒരൊറ്റ പോക്കോ. അമ്മാളുവിനോടാ കളി. പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ വിഷ്ണു തൻ്റെ ഇടത് കൈ കൊണ്ട് അമ്മാളുവിനെ പിടിച്ച് നെഞ്ചിലേക്കിട്ടിരുന്നു. വിട്ടേ അങ്ങട്. ഓർക്കാപ്പുറത്തായതിനാൽ അവൾ കിടന്ന് കുതറി. അപ്പോഴേക്കും അവൻ്റെ മറ്റേ കൈയും കൂടി ചേർത്ത് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒരക്ഷരം പോലും മിണ്ടാതെ കിടന്നോളാം കേട്ടല്ലോ. വിഷ്ണുവേട്ടാ, വിട്ടേ മര്യാദയ്ക്ക്. തൻ്റെ നെഞ്ചിനിട്ടിടിച്ചുകൊണ്ട് പറയുന്ന പെണ്ണിന് താക്കീത് നൽകി അവൻ പറഞ്ഞു. മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കി കിടത്തുന്നുണ്ടോ? ഇല്ല, ഈ കളവൻ്റെ കൂടെ ഇങ്ങനെ കിടന്നാൽ മതി. നീ എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. തൻ്റെ മാറിടങ്ങൾ അവനിൽ ടച്ച് ചെയ്യാതിരിക്കാൻ അല്പം ഉയർന്നുകൊണ്ടാണ് അമ്മാളുവിൻ്റെ നിൽപ്പ്. അതവന് മനസ്സിലാവുകയും ചെയ്തു. ദേ, എന്നെ ഇറക്കിവിട, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കടിച്ചു പറിക്കും. ഇക്കുറി അവനൊന്ന് ഞെട്ടി. കൈകൾ ഒന്നയഞ്ഞു. എങ്കിലും പിടുത്തം വിട്ടിരുന്നില്ല. വിഷ്ണുവേട്ടാ, മര്യാദയാണ് ഈ മര്യാദ, അല്ലെങ്കിൽ ഇവരറിയും. വിടുന്നുണ്ടോ വേഗം? പെട്ടെന്ന് അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് ഉറങ്ങും പോലെ കടന്നു. ഞാൻ ഇവിടെ കടിച്ചു പറിക്കും, ഉറപ്പ് പറഞ്ഞുകൊണ്ട് അവൾ വിഷ്ണുവിൻ്റെ നെഞ്ചിലൊന്ന് തൊട്ടു നോക്കി. അപ്പോഴേക്കും പാവം വിഷ്ണു പേടിച്ചുപോയി. ആ തക്കം നോക്കി അമ്മാളു ഊർന്നിറങ്ങിക്കിടന്നു. നാളെ മുതൽക്ക് രാത്രി 10 മണിക്ക് മുന്നേ വന്ന് കിടന്നോണം കേട്ടല്ലോ. കേട്ടു. പക്ഷെ എപ്പോൾ കിടക്കണമെന്നതൊക്കെ എൻ്റെ ഇഷ്ടമാണ് കേട്ടാ. ഞാൻ ചിലപ്പോഴൊക്കെ ഉറങ്ങുമ്പോൾ പാതിരാത്രിയാവും. ശീലമായിപ്പോയി. അതിന് ആര് പറഞ്ഞാലും മാറ്റാനൊക്കില്ല.
പറഞ്ഞുകൊണ്ട് അവൾ ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് കഴുത്തുവരെ മൂടിക്കിടന്നു. പിറ്റേ ദിവസം അമ്മാളു ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മീരേട്ടത്തി അടുക്കളയിലുണ്ട്. എന്താ ഏട്ടത്തി ഇന്ന് കറി വെക്കേണ്ടത്? അവളുടെ ചോദ്യം കേട്ട് മീര തിരിഞ്ഞു നോക്കി. ആ മോളെ, അവരാരും എഴുന്നേറ്റില്ലേ? എല്ലാവരും എഴുന്നേറ്റ് കാണും, പഠിക്കുമായിരിക്കും. കോവയ്ക്ക എടുത്ത് വെള്ളത്തിലെടുത്തിട്ടുണ്ട് മീര. അതെല്ലാം കഴുകിയെടുത്തു കൊണ്ടുവന്ന് ഒരു കസേരയിലിരിക്കുകയാണ് അമ്മാളു. ചായ കുടിച്ചിട്ട് മതി പറഞ്ഞുകൊണ്ട് മീര വന്ന് അവളോട് പാത്രം വാങ്ങിച്ചു. എന്നിട്ട് ഒരു കപ്പ് ചായ എടുത്തു കൊടുത്തു. അപ്പ എവിടെ? കണ്ടില്ലല്ലോ. പൂജാമുറി കാണും. ഏട്ടത്തി ചായ കുടിച്ചോ? ഉവ്വ്, ഞാൻ കാലത്ത് എഴുന്നേറ്റ് വന്നാൽ ആദ്യം ചായ കുടിക്കും, എന്നിട്ട് ജോലികളൊക്കെ ചെയ്യും, ഇല്ലെങ്കിൽ ഉഷാറ് വരില്ലെന്നേ. എന്നിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ നീളത്തിൽ കനം കുറച്ചരിഞ്ഞവൾ ഒപ്പം പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ നെടുകെ പിളർന്നു വെച്ചു. അപ്പോഴേക്കും കാലത്തേക്കുള്ള അപ്പവും മുട്ട റോസ്റ്റും ഒക്കെ മീര റെഡിയാക്കി വെച്ചു. അമ്മാളുവിന് മുട്ടയിടാതെ കുറച്ച് സവാള റോസ്റ്റ് ചെയ്തു വെച്ചു. മോള് പോയി റെഡിയായിക്കോ, നേരം വൈകിയ വിഷ്ണുട്ടൻ ചീത്ത പറയും. പ്രഭയപ്പ പറഞ്ഞതും അവൾ മുകളിലേക്ക് പോയി. ഓഹ്, അരിക്കൊമ്പൻ ഇത്ര വേഗം റെഡിയായോ? ഡ്രസ്സിംഗ് റൂമിൽ നിന്നും കോളേജിലേക്ക് പോകാൻ ഇറങ്ങി വരികയായിരുന്നു വിഷ്ണു. അപ്പോഴാണ് അമ്മാളുവിനെ കണ്ടത്. നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അവൻ ശബ്ദമുയർത്തി. എന്നിട്ട് ഇത്രയും നേരം എവിടെയായിരുന്നു നീ? ചോദിക്കുന്നതിനൊപ്പം തന്നെ അവൻ വന്ന് അമ്മാളുവിൻ്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു വലിച്ചുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി. വിട്ടേ, ഇത് എന്തേ കാണിക്കുന്നേ? അമ്മാളു അവൻ്റെ പിടുത്തം വിടുവിക്കാൻ ശ്രമിച്ചു. എങ്കിലും അതെല്ലാം വിഫലമായി. നീ ആരെ തോൽപ്പിക്കാനാണ്? എന്നെയോ? അവളുടെ മുഖം പിടിച്ച് മേൽപോട്ട് ഉയർത്തിയ ശേഷം വിഷ്ണു ചോദിച്ചു. അതിനുവേണ്ടിയാണടി നിന്റെ ഈ കോലം കെട്ട്? ഞാൻ എന്ത് ചെയ്യുന്ന ഏട്ടൻ പറയുന്നേ? ഞാൻ നിന്നോട് പല കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, എന്നിട്ട് എന്തെങ്കിലും നീ അനുസരിച്ചോ? അത് പറയുകയും അമ്മാളുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. 10 മണിയാകുമ്പോൾ വന്ന് കിടക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് ഇന്നലെ രാത്രി നീ കിടന്നത് എപ്പോഴാ? എനിക്ക് ഉറക്കം വരാഞ്ഞിട്ടല്ലേ ഏട്ടാ? അല്ല, ഞാൻ പറയുന്നത് അനുസരിക്കാൻ നിനക്ക് സൗകര്യമില്ല എന്ന് നിനക്ക് തോന്നി. അത് എന്നെ ഒന്ന് അറിയിച്ചു തരണം. അതിനുവേണ്ടിയാണ് നീ ഇന്നലെ ആ പരിപാടി കാണിച്ചത്. ഇല്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ അമ്മാളു? അവൻ ചോദിച്ചതും ആ മിഴികൾ താഴ്ന്നു. പറ്റില്ല, നിനക്ക് പറയാൻ പറ്റില്ലടി. കാരണം നിൻ്റെ ഉള്ളിൽ അതായിരുന്നു ഉദ്ദേശം. ഇപ്പം നീ കാണിച്ചതും അത് തന്നെ. ഞാൻ നിന്നോട് നേരത്തെ ഒരുങ്ങി വരണം, കോളേജിലേക്ക് പോകേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അതും നിനക്കിപ്പോൾ സൗകര്യമില്ല. അത് കാണിക്കുവാൻ വേണ്ടി നീ അടുക്കളയിൽ ചുറ്റിപ്പറ്റി നിന്നതല്ലേ അമ്മാളു? മീരയുടെ സഹായിക്കുകയായിരുന്നു അവൾ പിറുപിറുത്തു. നീയാണോ എല്ലാ ദിവസവും ഇവിടെ സഹായിക്കാൻ നിൽക്കുന്നത്? അല്ല പിന്നെ? ഒരുപാട് ജോലികളില്ലേ ഏട്ടത്തി ഒറ്റയ്ക്ക്? ആരും അമ്മിച്ചും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അവരെവിടെയായിരുന്നു? അവർ പഠിക്കുമായിരുന്നു. അങ്ങനെയാണ് വേണ്ടത്. എനിക്കങ്ങനെ പറ്റുമോ? ഞാൻ ഈ വീട്ടിലെ മരുമകളാണ്. കുറച്ച് ഉത്തരവാദിത്തമൊക്കെ എനിക്കുണ്ട് വിഷ്ണു ഏട്ടാ. എന്ത് ഉത്തരവാദിത്വം? നാണമില്ലടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? നന്നായി പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ആക്കണ്ടേ? അതിന് പകരം അവൾ പിള്ളകളിയുമായിട്ട് നടക്കുക. അവൻ ശരിക്കും അമ്മാളുവിനെ വഴക്ക് പറഞ്ഞു. വേഗം പോയി റെഡിയായി വാടി. നേരം എത്രയെന്ന് അറിയാമോ നിനക്ക്? ശബ്ദമുയർത്തിക്കൊണ്ട് വിഷ്ണു അവളെ നോക്കി പേടിപ്പിച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഓടിച്ചെന്ന് വാഷ്റൂമിൽ കയറി മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി ഇറങ്ങി വന്നു. ഒരു ചുരിദാർ എടുത്തടിഞ്ഞു. എന്നിട്ട് ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തു. ബാഗിൽ പുസ്തകവും ബുക്സും ഒക്കെ വെച്ചു. പെട്ടെന്ന് തന്നെ അമ്മാൾ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ വിഷ്ണു അപ്പവും മുട്ടക്കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി ആരും തന്നെ ഇല്ല. എന്തു നോക്കിക്കുക? ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, വിഷ്ണു പറഞ്ഞതും അമ്മാളു ഓടി വന്ന് അവൻ്റെ അരികിലിരുന്ന് ഒരപ്പത്തിൻ്റെ പാതി കഴിച്ചു തീർത്തു. ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. അപ്പോഴേക്കും വയറു നിറഞ്ഞു എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. 10 മിനിറ്റിനുള്ളിൽ ഇരുവരും കോളേജിലേക്ക് പോകാനായി യാത്ര പറഞ്ഞിറങ്ങി. യാത്രയിൽ പതിവ് പോലെ വിഷ്ണുവിൻ്റെ മുഖത്ത് ഗൗരവം വാരി വിതറിയിരുന്നു. അമ്മാളു ഇടയ്ക്കൊക്കെ ഒന്നും അറിയാത്തതുപോലെ പാളി നോക്കുന്നുണ്ട്. പക്ഷേ അവൻ മൈൻഡ് ചെയ്യുന്നില്ല താനും. തലേ ദിവസം അവളെ കൊണ്ട് ഇറക്കിയ സ്ഥലത്ത് തന്നെ അന്നും അവൻ ഇറക്കാൻ തുടങ്ങി. എന്നെ ഇവിടെ ഇറക്കണ്ട, അകത്ത് പാർക്കിങ്ങിൽ ഏട്ടൻ ഇറങ്ങുന്ന സ്ഥലത്ത് ഞാനും ഇറങ്ങിക്കോളാം. അല്പം കുറുമ്പോടുകൂടി പറയുന്നവളെ അവൻ മുഖം തിരിച്ചു നോക്കി.